-1 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? -1 ചെയ്യുമ്പോൾ ആദ്യം -1 എടുക്കുമ്പോൾ 0 ആയി പോകുന്നുണ്ട്, റിമൈൻഡർ 0 ഉണ്ട്. രണ്ടാമത് ചെയ്യുമ്പോൾ എന്തുണ്ട്? റിമൈൻഡർ 0 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? -1 എന്ന് പറയുന്നത് ഡബിൾ റൂട്ടാണ് കിട്ടും അല്ലേ? സോ ബാക്കിയുള്ള ഫാക്ടർ എന്താ? x³ + 3x + 2 ആണ് ഫാക്ടർ വരുന്നത്. സോ മൊത്തത്തിൽ f ഡാഷ് ഓഫ് എക്സിന് എഴുതാം 30 × x - 1 × x + 2 ഹോൾ സ്ക്വയർ × x² + 3x + 2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? സോ തന്നിരിക്കുന്ന നാളെ എവിടെയൊക്കെ 0 ആണ്? ഈ x² + 3x + 2 നെ x + 1 × x + 2 എന്ന് എഴുതാം. സോ മൊത്തത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 30 × x - 1 × x + 1 ഹോൾ ക്യൂബ് × x + 2 ആണ്. സോ റൂട്ട്സ് ഓഫ് f ഡാഷ് ഓഫ് എക്സ് ആർ ഏതൊക്കെയാണ്? 1 -1 -2 ആണ്. സോ ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും -∞ തൊട്ട് -1 -1 തൊട്ട് 1 1 തൊട്ട് -2 -2 തൊട്ട് ഇൻഫിനിറ്റി അല്ല -∞ തൊട്ട് -2 -2 തൊട്ട് -1 -1 തൊട്ട് 1 1 തൊട്ട് ഇൻഫിനിറ്റി. സോ ഈ വാല്യൂസിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യണം. സോ f ഓഫ് -∞ ചെക്ക് ചെയ്യണു. f ഓഫ് -∞ ഉറപ്പായിട്ട് എന്തായിരിക്കും? പോളിനോമിയലിൽ ഒരു ഓഡ് ഡിഗ്രി ഈവൻ ഡിഗ്രി പോളിനോമിയലാണ്. സോ f ഓഫ് -∞യും 5x ആണ് തീരുമാനിക്കുക. 5x6 ആയതുകൊണ്ട് എന്ത് വരും? ഇൻഫിനിറ്റി തന്നെ വരും. f ഓഫ് ഇൻഫിനിറ്റി തന്നെയാണ്. f ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട് -93 വരുന്നുണ്ട്. f ഓഫ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 19 വരുന്നുണ്ട്. f ഓഫ് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 15 വരുന്നുണ്ട്. സോ ഇൻ്റർവെല്ലിൻ്റെ പ്രകാരം ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് മൈനസ് ആണ്, ഇത് പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? f ഓഫ് -1ഉം f ഓഫ് 1ൻ്റെയും സൈൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? -1നും 1നും ഇടയ്ക്ക് ഒരു റിയൽ റൂട്ട് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ f ഓഫ് 1ൻ്റെയും f ഓഫ് ഇൻഫിനിറ്റിയുടെയും സൈൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? 1ൻ്റെയും ഇൻഫിനിറ്റി ഇടയിലുള്ള റിയൽ റൂട്ട് എന്ന് പറയാൻ പറ്റും. So f of x has 2 real roots which are separated and remaining 4 roots are f of x are imaginary roots which are also separated. Roots of f of x are separated. അടുത്ത നമ്മൾ ഡെസ്കാർട്ടോഫ് റൂൾ ഓഫ് സൈൻ ആണ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, വളരെ സിമ്പിളായ കാര്യമാണ്. ദ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ആൻ ഇക്വേഷൻ f of x is never greater than the number of changes in the sign of coefficients of f of x. എന്താ പറയണത്? നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ചേഞ്ച് ഓഫ് സൈനിനേക്കാളും കൂടുതലാവില്ല എന്നാണ് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ആൾസോ ദ നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട്സ് ഓഫ് ആൻ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് നെവർ ഗ്രേറ്റർ ദാൻ ദി നമ്പർ ഓഫ് ചേഞ്ചസ് ഇൻ ദ സൈൻ ഓഫ് കോയിഫിഷ്യൻസ് ഓഫ് എഫ് ഓഫ് -x. സോ പോസിറ്റീവ് റിയൽ റൂട്ട്സിൻ്റെയും നെഗറ്റീവ് റിയൽ റൂട്ട്സിൻ്റെയും എത്ര ഉണ്ടാവും എന്നുള്ളതിൻ്റെ അറ്റ്മോസ്റ്റ് നമ്പറിനെ കുറിച്ച് പറയാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. രണ്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? എഫ് ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സ് എഫ് ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻസിൻ്റെ ചേഞ്ച് ഓഫ് സൈൻസിനെയും എഫ് ഓഫ് -xൻ്റെ ചേഞ്ച് ഓഫ് സൈൻസ് ആയിരിക്കും എന്ത് തീരുമാനിക്കുക? നെഗറ്റീവ് റിയൽ റൂട്ട്സിൻ്റെ അറ്റ്മോസ്റ്റ് എണ്ണം തീരുമാനിക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ മെനി റിയൽ റൂട്ട്സ് ഡു ദ ഫോളോയിങ് ഇക്വേഷൻസ് ഹാവ്? x6 + x4 - x³ - 2x - 1 = 0. ഇവിടെ എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെ നോക്കുക. ഇതാണ് ഇക്വേഷൻ അല്ലേ? f of x = x6 + x4 - x³ - 2x - 1 = 0. ഇവിടെ ആദ്യം നോക്കേണ്ടത് x6ൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? x6ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്, അത് പോസിറ്റീവാണ് അല്ലേ? x4ൻ്റെ കോയിഫിഷ്യൻ്റ് അതെന്താ? 1 ആണ്, അതും പോസിറ്റീവാണ്. -x³ x³ കോയിഫിഷ്യൻ്റ് മൈനസ് ആണ്, അത് മൈനസ് ചേഞ്ച് മാറി. അടുത്ത തൊട്ടെല്ലാം തന്നെയാണ് -2x -1 ആണ് അല്ലേ? സോ അവിടെ എല്ലാം സൈനും തന്നെയാണ്, സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതിനിടയിൽ ഒരു x² ഉണ്ട്, പക്ഷേ x² 0 ആണ്. 0ന് പ്രത്യേകിച്ച് സൈൻ പറയാൻ പറ്റില്ല, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെ എന്ത് പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് എക്സിൽ എപ്പോഴാണ് ചേഞ്ച് വരണേ? ഒരു തവണയും ചേഞ്ച് വരുന്നുള്ളൂ. പ്ലസ് സൈൻ മൈനസ് ആവുന്നുണ്ട്. എപ്പോൾ x4 എന്ന് പറയുന്നത് x³ -x³ മാറുന്ന സമയത്ത്. സോ ഒരു ചേഞ്ചേ ഉള്ളൂ. ദാറ്റ് മീൻസ് അറ്റ്മോസ്റ്റ് പോസിറ്റീവ് റിയൽ റൂട്ട്സിൻ്റെ എണ്ണം എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ദ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽസ് ഓഫ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് കനോട്ട് എക്സീഡ് 1. അടുത്ത എഫ് ഓഫ് -x കണ്ടുപിടിക്കുന്നു. -x എടുക്കുമ്പോൾ എന്താവും? എഫ് ഓഫ് -x എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇതാണ് കിട്ടിയത്. x6 + x4 + x³ + 2x - 1. ആകെ ചേഞ്ച് വരുന്നത് എവിടെയാണ്? 2xഉം -1 ഉള്ള സ്ഥലത്ത് ഒരു ചേഞ്ച് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നെഗറ്റീവ് റൂട്ട്സിൻ്റെ എണ്ണം എന്ന് പറയാൻ പറ്റും അറ്റ്മോസ്റ്റ് 1 ആണെന്ന് പറയാൻ പറ്റും. സോ ദ നമ്പർ ഓഫ് നെഗറ്റീവ് റൂട്ട്സ് ഓഫ് എഫ് എക്സ് കനോട്ട് എക്സീഡ് 1. സോ എഫ് ഓഫ് എക്സിൻ്റെ പോസിറ്റീവ് റൂട്ട്സ് അതിനെ ഡസ് നോട്ട് എക്സീഡ് 1 ആണ്, നെഗറ്റീവ് റൂട്ട്സ് ഡസ് നോട്ട് എക്സീഡ് 1 ആണ്. സോ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് എക്സ് ഡസ് നോട്ട് എക്സീഡ് 2. നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് എഫ് എക്സ് കനോട്ട് എക്സീഡ് 2. But we know that an even degree equation in which the leading term and the constant term are of opposite signs have at least 2 real roots. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തിയറത്തിൽ എന്ത് തന്നിരിക്കുന്ന ഈവൻ ഡിഗ്രി ഇക്വേഷൻ്റെ ലീഡിങ് ടേമും കോൺസ്റ്റൻറ്റ് ടേമും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് 2 റിയൽ റൂട്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? Therefore f of x has 2 real roots, 1 positive and 1 is negative, and all the other roots are imaginary roots. സോ നമ്മൾ നേരത്തെ ഉപയോഗിച്ച തിയറംസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത് നോക്കുക. x4 - x² + x - 2 = 0 മൾട്ടിപ്ലൈ ബൈ x + 2.
നോക്കുക എഫ് ഓഫ് എക്സിൻ്റെ കാര്യം നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ എന്താ പറയുന്നത്? ഇതാണ് എഫ് ഓഫ് എക്സ്. എക്സ് എസ് ടു 4 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആണ്. ഇവിടെ എവിടെയൊക്കെ ചേഞ്ച് വരുന്നുണ്ട്? എക്സ് എസ് ടു 4 ആയിരുന്നത് മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. പിന്നെ എക്സ് സ്ക്വയർ ആയത് പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ ആയത് പ്ലസ് എക്സ് ആവും, സോ അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. എക്സ് ആയത് മൈനസ് 2 ആകുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. എന്താ ചേഞ്ച് നോക്കണം? നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസിൻ്റെ സൈനാണ് നോക്കുന്നത്. ഓക്കെ, എക്സ് എസ് ടു 4ൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, അത് പോസിറ്റീവ് ആണ്. മൈനസ് എക്സ് സ്ക്വയറിന് മൈനസ് 1 ആണ്, സോ അത് മൈനസ് ആണ്. പ്ലസ് എക്സ് സ്ക്വയറിന് പ്ലസ് ആണ്, സോ പ്ലസ് ആണ്. മൈനസ് 2ൻ്റെ മൈനസ് ആണ്, സോ മൈനസ് ആണ്. സോ 2 തവണ 1 2 3 തവണ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. സിൻസ് ദർ ആർ 3 ചേഞ്ചസ് ഓഫ് സൈൻസ് ഇൻ ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ്, നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് അറ്റ്മോസ്റ്റ് നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് എത്രയാണ്? മാക്സിമം എത്ര വരാം? 4 ആവാം. കനോട്ട് എക്സീഡ് 3. ഇനി എഫ് ഓഫ് മൈനസ് എക്സ് ആകുമ്പോൾ എന്താ? എക്സ് എസ് ടു 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ആണ്. ദാറ്റ് ഈസ് എവിടെ മാത്രമേ ചേഞ്ച് ഉള്ളൂ? ആദ്യത്തെ പോസിറ്റീവ് ആയിരുന്നു, എക്സ് എസ് ടു 4 പോസിറ്റീവ് ആയിരുന്നത് മൈനസ് എക്സ് സ്ക്വയർ ആവുന്നുണ്ട്, സോ ഒരു ചേഞ്ച് ഉണ്ട്. സോ എന്താണ് അതിനകത്ത്? the number of negative real roots of f of x does not exceed 1. ഇനി എക്സ് പ്ലസ് 2 കൊണ്ട് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു ഇങ്ങനെയായി മാറും. സോ പോളിനോമിയൽ എക്സ് എസ് ടു 5 പ്ലസ് 2 എക്സ് എസ് ടു 4 മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 4. സിൻസ് there is only one change in sign of coefficient of f plus 2 in f of x, number of positive reals of x plus 2 in f of x cannot exceed 1. Since x plus 2 equal to 0, x equal to minus 2 is a negative real root, so the number of positive reals of f of x cannot exceed 1. Since f of x is an even degree polynomial with a leading coefficient and constant terms 1 are opposite signs, f of x must have at least 2 real roots. So f of x has 1 positive real roots and 1 is negative real root, and the remaining 2 real roots are imaginary roots. So real roots of f of x is 2. സിമിലർലി അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തിരിക്കുകയാണ്, നോക്കിയാൽ മതി. ഓക്കെ.